നാരങ്ങ അച്ചാറിടാൻ പോകുന്നു. ഓണത്തിന് വേണ്ടി സ്പെഷ്യലായിട്ടൊരു നാരങ്ങ അച്ചാറിട്ട് വെക്കാന്ന് വിചാരിക്കുന്നു. ചെറിയ ഒരു ചെറിയ ഉണ്ടായുള്ളൂ, ബാക്കി എല്ലാം പൊഴിഞ്ഞു പോയി. പക്ഷെ ആ ഒരു ചെറിയാണ് ഇത് സന്തോഷം. മഞ്ഞപ്പൊടി കഴിഞ്ഞ ഓഫിന് പോയി മേടിച്ചിട്ട് വന്നതാ, അത് കഴിഞ്ഞ് ഓഫ് കിട്ടുന്നത് എന്നാണ് ഉണ്ടാക്കാൻ. ഇവിടെ പിന്നെ കുക്കിംഗ് എല്ലാം പഠിപ്പിക്കും സ്കൂളിൽ, അതുകൊണ്ട് പിന്നെ ഹായ് നമസ്കാരം. മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി, ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കഴിഞ്ഞ ദിവസം അഞ്ജസ് കറി തന്നെ ഇവിടെ ഉണ്ട്. നമ്മുടെ ഏതെങ്കിലും ഓണത്തിന് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും കറികളുടെ റെസിപ്പി ആയിട്ട് തരാമെന്ന് വിചാരിച്ച് അഞ്ചു തന്നെ ഇവിടെ തേങ്ങ ചിരണ്ടുന്നു. ചിരണ്ടെന്നല്ല, ഫ്രീസറിലിരുന്ന് തേങ്ങയാ. അപ്പം കറിക്കും വേണം. രാവിലെ ഇപ്പൊ ഇഡ്ഡലിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്, ഇനി ചമ്മന്തിക്ക് വേണം. ഫ്രോസൺ അല്ലേ, അപ്പൊ എന്റെ ഉണക്ക കണ്ണട നോക്കിയത് താഴെ വീണു. ഒന്നൊന്ന് കയറ്റി വെച്ച്. അഞ്ചുന്റെ ഫാഷൻ കണ്ണടയാണ്. ഫാഷൻ കണ്ണടയല്ല, കണ്ണ് കാണാൻ പറ്റില്ലാണ്ടായി വന്നു. അല്ല, എനിക്ക് ശരിക്കും കണ്ണിന് നല്ല ബുദ്ധിമുട്ട്. സ്ട്രെയിൻ ആകുന്നതോറും തലവേദന എടുക്കും. അപ്പൊ അതിനേക്കാളും ഭേദം നമ്മളത് വെക്കുവാണല്ലോ. ഇച്ചിരി എന്താ പറയാ, മോന്തായം കൊള്ളൂല്ലേലും കണ്ണട ഇരിക്കട്ടെ. നമ്മുടെ തോന്നലല്ലേ. അല്ല, അപ്പൊ പല തോന്നലുകളും ഉണ്ടാവും ജീവിതത്തിൽ. ഇത് കടയിൽ നിന്ന് നമ്മൾ ഫ്രോസൺ ആയിട്ട് മേടിച്ചതല്ലേ, അപ്പൊ എടുക്കാൻ നേരത്തെ ഇങ്ങനെ കട്ട് കഴിക്കുമ്പോൾ ഭയങ്കര പാടാ. അപ്പൊ ഞാൻ ഓർത്ത് തന്നെ അതിനൊന്ന് ഇളക്കി വെച്ചാൽ എടുക്കാനാണെങ്കിലും നമുക്ക് എളുപ്പമുണ്ട്. ഇതിങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചാലേ. ചായക്കുള്ള ചായക്കുള്ള വെള്ളം പാൽ വെച്ചേക്കുന്നു. അഞ്ജുവിന്റെ സ്പെഷ്യൽ കേക്കാണ്. ഞാൻ ഇത് കണ്ടിട്ട് വെട്ട് കേക്ക് ഉണ്ടാക്കി. ഞാൻ അഞ്ജുവിനോട് പറഞ്ഞു, നമുക്ക് കേക്കിന്റെ ബിസിനസ് തുടങ്ങിയാലോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. നല്ല അഞ്ജു എന്ന് പറഞ്ഞാൽ ഷീസ് ബ്രില്യന്റ് ആൻഡ് എന്താ പറയണേ, വാക്കുകളില്ല. അഞ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു സാധനം കണ്ടു, അപ്പൊ എനിക്കത് ഉണ്ടാക്കാൻ തോന്നും. അല്ലെങ്കിൽ എനിക്ക് സാധനം കഴിക്കണം എന്ന് തോന്നും. നമുക്ക് കഴിക്കാൻ പോയി മേടിക്കാനല്ലേ, മേടിച്ചോണ്ട് വരാൻ ആരെങ്കിലും ഉണ്ടോ? നാട്ടിൽ നിന്ന് കിട്ടുമോ? അല്ലെങ്കിൽ നാട്ടിലത്തെ സാധനങ്ങളല്ലേ, അല്ലെങ്കിൽ തോന്നി കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി കഴിക്കും. എന്റെ ആഗ്രഹം ഇപ്പൊ യു കെ കിട്ടാൻ സാധനമൊന്നുമില്ല, പക്ഷെ വെട്ടേക്ക് നമ്മുടെ അതൊക്കെ കിട്ടിയാലും ഇപ്പൊ ഞാൻ പറയാ കഴിക്കാൻ തോന്നുക. അപ്പൊ നമുക്ക് മേടിച്ചുകൊണ്ട് തരാൻ പറ്റുമോ? ഇല്ല. അത് ശരിയാ, അത് റൈറ്റ് പോയിന്റ്. അപ്പം നമ്മൾ ഉണ്ടാക്കി കഴിക്കും. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം പറയുന്നത്? നമ്മളൊരു വെട്ടുകേക്ക് ബിസിനസ് തുടങ്ങിയാലോ? നമ്മൾ എന്തുണ്ടാക്കി സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ അന്നേരം തീരുമാനിക്കും. അപ്പൊ അത് കഴിഞ്ഞ വീഡിയോ കാണിച്ചായിരുന്നല്ലോ. കുഞ്ഞുമണി തോണ്ട പുറത്ത് കളിക്കുന്നു. വരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. അതെന്തോ ഇത്? ബീൻസാ? അമ്മച്ചി ആണ്ട് അവിടെ തുണി കഴുകുന്നു, ഇരിക്കുന്നു. ഇനി ചെടിത്തോട്ടത്തിലോട്ട് നമുക്ക് പോവാം. ബീൻസ് പറിക്കാൻ കൊണ്ടുപോകാം കേട്ടോ. ഒരു കൊട്ട കിട്ടൂടെ? അത്യാവശ്യം കിട്ടിയായിരുന്നു നാള്. ഒരു കൊട്ട കിട്ടിയില്ല, 10 കിട്ടിയാലും അതിന് വിലയുണ്ട്. നമ്മള് നട്ടുപിടിക്കും. ബാക്കിയൊന്നും ആയില്ല, നമ്മള് ലേറ്റ് ആയിട്ടില്ല നട്ടല്ല. ഇഷ്ടംപോലുണ്ട്. കണ്ണു വെക്കാതെ. പ്ലമ്മ് ഏകദേശം സെറ്റായി വരുന്നുണ്ട് കേട്ടോ. പഴുത്തിട്ടില്ല, കുറച്ചുകൂടെ പഴുക്കാറുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇവ കർഷക ബീൻസുമായിട്ട് നിൽക്കുന്നു. നമ്മുടെ പാടത്തിൽ വിളഞ്ഞെടുത്ത വിളവെടുപ്പുമായിട്ട് ഇവ കർഷക ഈ വർഷത്തെ കർഷക അവാർഡ് ഗോയിങ് ടു കുഞ്ഞുമണിക്ക് കർഷക അവാർഡ് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒരു ഹായ് പറയൂ. ഹായ്. വിളവെടുപ്പുമായിട്ട് പോകുന്നു. പോകട്ടെ, ചെല്ല്. ഡാഡി നോക്കിക്കോളാം, നീ പോ. അപ്പയല്ല, മറ്റേ ഏതോ ഒരു ഇതിട്ട് ചവിട്ടിയേക്കുന്നു. നിന്റെ ചെറിയ ഇട്ട് ചവിട്ടിയതാ. ബാ പോട്ടെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ശുങ്കു ഇതുവരെ എഴുന്നേറ്റില്ല.
ശുങ്കു ഡീപ്പ് സ്ലീപ്പാണ്. ഞാൻ വിചാരിച്ചു ഉറങ്ങട്ടെന്ന്. ഇപ്പോൾ സ്കൂൾ അവധിയല്ലേ. നാളെ നല്ല നല്ല തക്കാളി ചട്നി, ചമ്മന്തി, മുട്ട, ഇഡലി, സാമ്പാർ, കട്ടൻ ചായ. എനിക്ക് പാൽച്ചായ. ഒരു വീഡിയോയിൽ ഇങ്ങനെ ഈ കളർ കണ്ടപ്പോൾ എല്ലാം പല ആൾക്കാരും പല ഏത് ബ്രാൻഡ്? ഇത് ഗ്രീൻ ടീ ബ്രാൻഡാണ്. ഗ്രീൻ ടീ ബ്രാൻഡ്. നമ്മൾ ഗ്രീൻ ടീ കുടിക്കുന്നതാണത്. ചായ ഈ കപ്പിൽ എന്തോരം നമ്മൾ വെള്ളം കുടിക്കത്തില്ലല്ലോ. തല അമ്മച്ചി മെയിൻ്റെ ഇത് ചെയ്യുന്നു, സെറ്റാക്കുന്നു. കുഞ്ഞുമ്മയുടെ തല കെട്ടാൻ വരത്തില്ല, എന്നാ അവന്റെ എങ്കിലും കെട്ടി കൊടുക്കാം. നീ വരത്തില്ലല്ലോ. എന്തെല്ലാം ട്രിക്ക് സെറ്റ് ചെയ്യണം. കണ്ടാടി അത്തച്ഛന്റെ തലമുടി കെട്ടിയ നീ അല്ലേ ഇരിക്കാത്ത അത്തച്ഛൻ ഇരുന്ന് തന്നാണ്ടോ കണ്ടോ. പക്ഷെ കുഞ്ഞോണി എഴുതുന്ന തിരക്കിലാണ്. അങ്ങനെ ഫൈനലി കുഞ്ഞുമണി തല ചീപ്പാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഗുഡ് ഗേൾ ആവും. ഗുഡ് ഗേൾ ആണോ? വകുപ്പൊക്കെ ഇട്ട് ചെയ്യുകയാണ്. ഇറ്റ്സ് മാങ്ങ ടൈം. നല്ല വരുന്നു. കുഞ്ഞുമണി നിന്റെ മാങ്ങാണ്ടി ഇത് കൊണ്ടുപോയി അവള്. താഴെ പോയി. ഡാഡി മുറിച്ചു തരാം. മാറ. അമ്മച്ചി താണ്ട് ഇവിടെ നാരങ്ങ അച്ചാറിടാൻ പോകുന്നു. ഓണത്തിന് വേണ്ടി സ്പെഷ്യലായിട്ടൊരു നാരങ്ങ അച്ചാറിട്ട് വെക്കാന്ന് വിചാരിക്കുന്നു. നാരങ്ങ എടുത്തു, അത് ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് പറയുന്നതാണ് അല്ല ശുങ്കു? ശുങ്കു അമ്മച്ചി നാരങ്ങ അച്ചാർ ഇടുന്ന നോക്കി പഠിക്കുകയാണ്, വെയിറ്റ് ചെയ്യാണ്. അതിനകത്ത് ഒരു പീസ് എടുത്ത് നാരങ്ങ വെള്ളം പിഴിഞ്ഞ് തരുമോ എന്നുള്ളത് അമ്മച്ചി പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ സംസാര വിഷയം അല്ലേ? നമുക്ക് എടുക്കാം, നമുക്ക് നാരങ്ങ പിന്നെ ചെയ്യാം. എന്ത് ഡെക്കറേഷൻ? എന്തിന് അവിടെ കൈ മുറിയും മോനെ? സ്കൂളിൽ ട്രെയിൻ ചെയ്തിരുന്നു നാരങ്ങ മുറിക്കാൻ എങ്ങനെയാന്നുള്ളത്. ഗുഡ് ബോയ്. ഇവിടെ പിന്നെ കുക്കിംഗ് എല്ലാം പഠിപ്പിക്കും സ്കൂളിൽ, അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ ഇതില്ല. നോക്കി ചെയ്താ. ട്രൈ അഗൈൻ. അമ്മച്ചി ഈ ഒരു ലെവലിലാണ് നാരങ്ങ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അഞ്ചു ഡ്രൈവിംഗ് സ്കൂളിൽ പോയേക്കുന്നു. സ്കൂളിലല്ല, അല്ല അത് തന്നെ സ്കൂളിൽ ലെസന് പോയതായിരുന്നു. സാറ് വന്ന് കൊണ്ടുപോയി. ഒരാൾ താണ്ട് ഇവിടെ വാളും കൊണ്ട് നിൽക്കുന്നു. ഹായ് പറയൂ. നേരത്തെ തലമുടിയെ കെട്ടി കൊടുത്താണ് അതെല്ലാം വലിച്ചു കുറച്ച് കളഞ്ഞു. പോയതാകുന്നു അച്ചാച്ചന്റെ വാളും കൊണ്ട്. അച്ചാച്ചന്റെ നാരങ്ങ വെള്ളം എങ്ങനെ ഉണ്ട്? ഓ സൂപ്പർ. അച്ചാച്ചൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുഞ്ഞുമണിക്ക് കൊടുത്ത് അച്ചാച്ചനും കുടിച്ചു. അച്ചാച്ചനായിരുന്നു കുടിക്കുന്നത്. അതിന്റെ സൈഡിൽ ഒരു ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കി മാറി. കുഞ്ഞുമണി മാറി. അച്ഛന്റെ ഡെക്കറേഷൻ കാണട്ടെ. അതങ്ങനെ കുഞ്ഞുമണിക്ക് കൊടുക്കാൻ. അത് കുഞ്ഞുമണിക്ക് വെക്കാൻ. കുഞ്ഞുമണിക്ക് അവൻ ഇതിന് കൊടുത്ത് കപ്പില്. അത് തരും അച്ഛൻ. ഇവിടെ ബഹളോ. ഇത് രണ്ടും ഇവിടെ കീരിയും പാമ്പും ഇവിടെ. അച്ചാറിടാൻ വേണ്ടിയുള്ള വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ നമ്മുടെ ഇതെന്തോമ്മി ഉലുവ, മഞ്ഞപ്പൊടി, കായമാണോ ഇത്? കായം ഉണ്ടോ? വിനാഗിരി, ഉപ്പ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കൂട്ട് ഇത് വാട്ടുണ്ടായി നാരങ്ങ. ഇവിടുത്തെ നാരങ്ങ വേറെയാ. നമ്മുടെ നാട്ടില് കുറച്ചൊന്ന് വേവിച്ച് വിനാഗിരി ഉപ്പ് പൊട്ടിച്ച് വെക്കും. ഇപ്പൊ ഇവിടെ അതിന്റെ ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ്സ്
എന്താ നീ കളിയാക്കല്ലേടാ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇവിടെ ചീനിച്ചട്ടി ഇതിലകത്ത് വെച്ചു. മമ്മി ഇതാണ്ട് ഇത് ഓണാക്കി. വെരി സ്പെഷ്യലൈസ്ഡ് ചെയ്ത കുക്കാണ് ഇവിടെ ഉള്ളത്. വളരെ 10-50 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ കുക്കിന്. അതെ, ബീഫ് കറി ഇവിടെ പോകുന്നുണ്ട്. അത് നമ്മൾ ഓണത്തിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് അത് കാണിക്കുന്നില്ല അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. എണ്ണ എടുത്തു വരുന്നു. ആന എങ്ങനെ വരുന്നേ? ആന വരുന്നേ എണ്ണ ഒഴിക്കുകയാണ്. ചൂടായി കഴിയുമ്പോഴത്തേന് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, അതിലേക്ക് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് ഉലുവാപ്പൊടി. ഒത്തിരി ഒന്നും ഇതാക്കല്ല, അന്നേരം ഉലുവാപ്പൊടി, കായപ്പൊടി ഇട്ടു. കുറച്ച് വിനാഗിരി, നാരങ്ങ അതിലിട്ടിട്ട് കൊടുക്കാൻ പോവാണ്. പിന്നെ ഇളക്കിയങ്ങ് വെക്കും. അത്രേ ഉള്ളൂ. അപ്പം നല്ല നാരങ്ങ അച്ചാർ ഇവിടെ റെഡിയാവും. നല്ല രീതിയിലൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ നാട്ടിലെ പോലെ കയ്പില്ല ഇതിന്. പിന്നെ നമ്മുടെ മറ്റേ നാരങ്ങ ഞാൻ ചോപ്പിട്ട് വെച്ചിട്ടുണ്ട് അച്ചാർ. ഇത് മറ്റേ മഞ്ഞച്ചാർ, വെള്ളയച്ചാർ, ഉപ്പ്. അമ്മച്ചിയുടെ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സ്വാദിഷ്ടമായ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ഓണത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ റെഡിയായി. നേരെ അഞ്ചു ഒരു മലയാളി കടയിൽ വരും. ഡ്രൈവിംഗ് ലെസൺസ് അവിടെ എൻ്റെ ആയിരിക്കും. അപ്പോൾ ഞാനിവിടുന്ന് അവിടെ പോയിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് നേരെ വരും. അപ്പം ഇവിടെ വന്നിട്ട് വീണ്ടും പോകണ്ടല്ലോ, 10-15 മിനിറ്റ് ഉണ്ട്. നമ്മൾ ഓൾറെഡി 5 മൈഗ്രെയിനാണ്. അതുകൊണ്ട് അവിടെ ഇറങ്ങി നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഓടി വരാം ഗൈസ്, ഓടി വരാം. ഉച്ചയ്ക്കത്തെ ഫുഡ് റെഡിയാണ്. ഉച്ചയ്ക്ക് ചോറ്, വെണ്ടയ്ക്കത്തോരൻ, ചമ്മന്തി, ബീഫ്. ഇനി വൈകുന്നേരം നമ്മൾ എന്തോ ഇതുണ്ടാക്കുന്നില്ലേ, നമ്മുടെ അവിയലുണ്ടാക്കണം. ഇവിടെ 5 വൈകുന്നേരം ഒരു പരീക്ഷണം നിർവ്വാണ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. മീൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഞങ്ങളിപ്പോ മേടിച്ചോണ്ട് വന്നു. എന്തൊരു മീനത്? ആവലിയാണോ അത്? എനിക്കറിയത്തില്ല എന്റെ പേര്. നമ്മളുടെ അവിയലിന്റെ പരിപാടി തുടങ്ങിയാണ് ഇവിടെ. ഇന്നത്തെ വ്ളോഗ് ഒരു അവിയൽ തവിപ്പ് വ്ളോഗായി. ആദ്യം അമ്മി കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു. ഇവിടെ മമ്മി പച്ചക്കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്ക, ബീൻസ്, നമ്മുടെ ബീൻസ്, ക്യാരറ്റ്, പച്ചമുളക്, പൊട്ടറ്റോ, ചേനയാണോ മമ്മി? ഏത്ത. അങ്ങനെ നമ്മൾ എണ്ണ ചൂടായപ്പോൾ മഞ്ഞപ്പൊടി. ഇതിനകത്ത് എന്തൊക്കെ ചേർത്തമ്മി? നമ്മുടെ ഇതിനകത്തോ ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, ഉരുളൻകിഴങ്ങ്, സവാള, ഏത്തയ്ക്ക, പിന്നെ നമ്മുടെ ബീൻസ്. നമ്മുടെ വീട്ടിലുണ്ടായ ബീൻസ് നമ്മുടെ ഉള്ളത് വെച്ച് ഓണം പോലെ നമ്മൾ ഓണത്തിന് വേണ്ടി ഇവിടെ സെറ്റാക്കിയാണ്. ശകലം ചൂടുവെള്ളം അത് അടച്ചു വെച്ചു. ഇനി എന്താണ് പരിപാടി? ഇനി തേങ്ങ
തേങ്ങ അരയ്ക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം എടുക്കാൻ മറന്നുപോയി. എന്ത്? വെളുത്തുള്ളി. വെളുത്തുള്ളി എടുക്കണം. വെളുത്തുള്ളി, ജീരകം. ഇവിടെ അവിയൽ ഉണ്ടാക്കുന്ന സമയത്ത് അഞ്ചു താണ്ട് ഇവിടെ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി പൈനാപ്പിൾ എടുത്തിരിക്കുന്നു. നല്ല പഴുത്ത പൈനാപ്പിൾ. കട്ടിങ്ങിന്റെ ഉസ്താദായ അഞ്ജു സ്കറിയുടെ കട്ടിങ്ങിന്റെ കലാപരമായ പൈനാപ്പിൾ, അതിമനോഹരമായ പൈനാപ്പിൾ തോട്ടത്തിൽ പോയി പറിച്ചുകൊണ്ടുവന്ന ഐശ്വര്യമുണ്ട് നമുക്ക്. കൊറേ ദിവസം ഇവിടെ ഇരിക്കുന്നത് അത് കണ്ട. കട്ട് ചെയ്ത് നോക്കും, വീണ്ടും കട്ട് ചെയ്ത് നോക്കും. അങ്ങനെ പൈനാപ്പിൾ പച്ചടിക്ക് ഇവിടെ യോഗമില്ല എന്നുള്ളതാണ് ഇവിടെ. അതിലൊക്കെ ഉണ്ടായിരുന്നു നല്ല എന്റെ കമന്ററി കണ്ടപ്പോഴേ തോന്നി, എക്സൈറ്റ്മെന്റ് കണ്ടപ്പോഴേ തോന്നി ഇന്നത്തെ കാര്യം ഗുലാഹവയാണ്. പക്ഷെ ശരിയുണ്ടോ? കുഴപ്പമില്ല, പഴുത്തുപോയി. ഒടുവിൽ ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട്. പകുതി പോയി. കുഴപ്പമില്ല, എന്നാലും നല്ല. അത് കാണുമ്പോ തന്നെ ഒരു നല്ല പൈനാപ്പിളാ, നല്ല മധുരമുള്ള രീതിയിൽ. പകുതി ചീത്തയായി. അതെന്നാന്നറിയോ, മേടിച്ചു വേണ്ടോന്ന് വെച്ചിട്ട് ഇപ്പൊ ഒരാഴ്ചയാവുന്നു. കഴിഞ്ഞ ഓഫിന് പോയി മേടിച്ചിട്ട് വന്നതാ. അത് കഴിഞ്ഞ് ഓഫ് കിട്ടുന്നത് എന്നാണ് ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഹലോ മഞ്ഞപ്പൊടി ഇതിനകത്ത് ചേർക്കണ്ടേ, തേങ്ങ അങ്ങനെ അരച്ച് അവയില് കഷ്ണങ്ങൾ ഒരുവിധം ബന്ധപ്പെടുത്തിയത് തേങ്ങ ചേർത്ത് കൊടുത്തു. അങ്ങനെ അവിയൽ ഏകദേശം ഈ പരിവായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തൈര്. അവിയലെ കൊണ്ട് ഇത്ര സിമ്പിളാ അല്ലേ? എല്ലാം സിമ്പിളാ. അമ്മ പൊതുവെ തൈര് ഇടാറില്ലല്ലോ അവിയലിന്. ഞാൻ ഇടും. നീ കാണുന്നോടാ വെക്കുന്നേ. കാണാത്തേ നീ കാണുന്നോടി വെക്കുന്നേ. സാനിച്ച് കരിയാപ്പില, പച്ചക്കരിയാപ്പില, വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ. ഫ്ലാഷ് ഇട്ടപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ ഒരു ഭംഗി മനസ്സിലാവും. അടിപൊളിയാണ് അവിയൽ, നല്ല കിടിലൻ അവിയൽ. നമ്മൾ രണ്ട് റെസിപ്പി, രണ്ടല്ല ഇന്ന് മൂന്നാമത് റെസിപ്പി പരിചയപ്പെടുത്താൻ ഞാൻ അഞ്ജുവിനെ കൊണ്ട് പോകാൻ പോവുകയാണ്. അഞ്ജുവിനെ കൊണ്ട് നമ്മൾ അഞ്ചു താണ്ടവരുടെ പച്ചടിക്ക് വേണ്ടിയുള്ള സെറ്റപ്പ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നവർക്ക് 3-4 റെസിപ്പികൾ കിട്ടുന്നതായിരിക്കും. പൈനാപ്പിള് കുറച്ച് വെള്ളം ഒഴിച്ചു, ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി, ഒരു ഇത്തിരി കുറച്ച് മുളക് പൊടി ഇട്ട് വേവിക്കാൻ വെക്കുക. സൈഡ് മുളക് കിടക്കും. അതാ പറഞ്ഞ 2 പച്ചമുളക് ഇട്ട് ഞാൻ. കുറച്ച് ഉപ്പ്, സ്പൂണ് തട്ടിക്ക്, കുറച്ച് മുളക് പൊടി, ഒത്തിരി ഇല്ല കേട്ടോ, ഒത്തിരി മഞ്ഞപ്പൊടി, വേവിച്ചെടുക്കാം. ഇത്ര അല്ലേ ഉള്ളു. അത് കഴിഞ്ഞിട്ട് വേണേ അരപ്പും തൈരൊക്കെ ചേർക്കണം. ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ മുളകൊക്കെ തേച്ച് വെച്ചിരുന്ന മീൻ എടുക്കാം. മീൻ നമുക്ക് സെറ്റാക്കാം. പൈനാപ്പിൾ കണ്ട് അപ്പുറത്ത് അടുപ്പിട്ട് മാറ്റിയേ, വേവുന്നുണ്ട്. പക്ഷെ ഞാൻ നോക്കും പൈനാപ്പിൾ മധുരം കുറവാട്ടോ. അത് നമ്മൾ കഴിച്ചപ്പോണ്ടായിരുന്നു. ഉണ്ട്, പക്ഷെ വെന്ത് വരുമ്പോ അത്ര മധുരമില്ല. അപ്പൊ എന്താ പറയുക, കുറച്ച് ശർക്കര പഞ്ചാര ഇടാം. ഞാൻ ശർക്കര ഇടും. അപ്പൊ പൈനാപ്പിൾ ആകുമ്പോഴേക്കും അതിൻ്റെ അരപ്പ് ആക്കാം. തേങ്ങ, 2-3 പച്ചമുളക്. ഞാൻ തേങ്ങ ഇരുന്ന് പാത്രം ഒന്ന് കഴുകി ഒഴിച്ച് ഇച്ചിരി വെള്ളം കൂടി പോയി. ഇത്രയും വെള്ളം ഒഴിക്കണ്ട, എന്തായാലും വെള്ളം വേണമല്ലോ. കുറച്ച് കടുക്, കുറച്ച് ജീരകം. ബാക്ക്ഗ്രൗണ്ട് ബഹളമാണ്. പൈനാപ്പിൾ ഏകദേശം വെന്തപ്പോൾ തേങ്ങയുടെ അരപ്പ് ചേർത്തു. ഒന്നോടെ പൈനാപ്പിള് നമ്മള് പച്ചടി ഉണ്ടാക്കുമല്ലോ, മോര് അല്ലെങ്കിൽ പൈനാപ്പിൾ ഇട്ട് മോര് കറിയാണ്. എനിക്ക് പക്ഷേ പൈനാപ്പിൾ ഉണ്ടാക്കുന്നത് കടുക് അരച്ചുണ്ടാക്കുന്ന ഇഷ്ടമല്ല. പൊതുവെ ഇഷ്ടമല്ലാന്നല്ല, കൊള്ളൂലെന്നല്ല, പക്ഷെ എനിക്ക് കടുക് അരയ്ക്കാതെ ഉണ്ടാക്കുന്ന ഇഷ്ടം. ഇതിപ്പോ കടുക് അരച്ച് പച്ചടിയായിട്ട് ഉണ്ടാക്കിയ ഞാൻ മോര് കറിയായിട്ട് തേങ്ങ അരച്ചൊന്നും മോര് കറി ഉണ്ടാക്കത്തില്ലേ. പൈനാപ്പിൾ എനിക്ക് അങ്ങനെ ഉണ്ടാക്കാനാണ് ഇഷ്ടം. അമ്മ തരാം, യോഗട്ട് തരാം. ഇപ്പോൾ തേങ്ങ അരപ്പ് ചേർത്ത് നല്ലോണം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താണ്ട് ഒത്തിരി അധികം പുളിയില്ലാത്ത തൈരാണ് ഇത്.
ഞാൻ ആ മിക്സിയുടെ ജാറിയിട്ട് നല്ല കട്ടിക്ക് ഇരുന്നായിരുന്നു ഒന്ന് അടിച്ചിട്ട് താഴെ ചേർക്കും. തൈരിട്ടിട്ട് ഒരുപാട് തിളക്കരുതേ. തൈര് ഇട്ടു തിള വരുന്നതിന് മുന്നേ ഓഫ് ചെയ്യണേ. ഞാൻ ഓൾറെഡി തീ ഓഫ് ചെയ്തു. ഇത് ഇലക്ട്രിക് ആയാണ് ചൂടുള്ളത്. ഇത്തിരി ഉപ്പ് കുറവാ, കുറച്ചുകൂടെ ഉപ്പിട്ട് എനിക്കിതിൽ കടുക് വറുക്കാണ്ടേ. മീനിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വേണം ഇതിൽ കടുക് വറുക്കാൻ. ഇത് ഉണ്ടാക്കുമ്പോൾ ചിലവർ ഇതിങ്ങനെ കുരുകുരുന്ന് കൊത്തി അരിഞ്ഞിടും. ഒത്തിരി കടിക്കാൻ കിട്ടാതെ ചെറുതായിട്ട്. ചിലവർ ഉടച്ച് ചേർക്കും. അല്ലെങ്കിൽ ഇപ്പം ചിലവരുണ്ടല്ലോ കുറച്ച് കഷ്ണം ഇട്ടിട്ട് ബാക്കി അരച്ച് ചേർക്കും, അതിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ. ഞാൻ ഇത്തിരി വലുതായിട്ടായിട്ടുണ്ടാക്കുന്നത്. നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും. കടിക്കാൻ വേണ്ടി ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് കടിക്കാൻ കിടക്കത്തില്ല. അങ്ങനെ നമ്മളങ്ങനെ ഇട്ടിട്ട് പക്ഷെ അങ്ങനെയും ചെയ്യാം. നല്ല ഫ്ലേവർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ണം ഇട്ടിട്ട് ബാക്കി അരച്ച് ചേർക്കും. അങ്ങനെ നല്ല രസമാണ്. വൈകുന്നേരം പുല്ല് വെട്ടുന്നു. അമ്മ തരാം. ഇടക്കാല ആശ്വാസം. മമ്മിയെ വാ വാ, അമ്മ എടുത്തരാ. ഓ എന്നാ കുഞ്ഞിക്കുന്ന ഇങ്ങനെ പിടിച്ച് കടിച്ചീന്. നോ, കണ്ടോ ഇതാ കുഞ്ഞുമീനെ അങ്ങോട്ട് പാട്. ഞങ്ങളുടെ തോട്ടത്തിലെ ഒരു പ്ലം പറിച്ച്. തോട്ടം എന്ന് പറയാൻ നമുക്കറിയാലോ. ഉള്ളത് സന്തോഷം. ഒരെണ്ണം കിട്ടി പഴുത്ത് നല്ല മധുരമുണ്ട്. അടിപൊളി. ശുങ്കുപോലെ അച്ഛൻ വിളിക്ക്. ഓടി വാ. നമ്മുടെ പ്ലം എന്ന് പറ. ഒരു കടി അടിക്ക്. നമ്മുടെ പ്ലമ്മ കയ്യെ കടിക്കല്ലേ കുഞ്ഞിനെ. കയ്യെ കടിക്കല്ലേ. എല്ലാവർക്കും നമ്മുടെ സന്തോഷം. അല്ല ഈ ഒരെണ്ണായിട്ടേ. ചെറിയ ഒരു ചെറിയ ഉണ്ടായുള്ളൂ, ബാക്കി എല്ലാം പൊഴിഞ്ഞു പോയി. പക്ഷെ ആ ഒരു ചെറിയാണ് ഇത് സന്തോഷം. പറക്കാറായിട്ടില്ല കേട്ടോ. ആവട്ടെ, 2 ദിവസം കൂടെ കഴിയട്ടെ, പഴുക്കും. നേരത്തെ ഫുഡ് അടിക്കാനുള്ള അപ്പവും നിർവാണ ചൂടാറി വെള്ളം പറ്റി. അതിനകത്ത് കാണും. പിന്നെ ഓൾറെഡി പച്ചടി, കടുവ്, അവിയല്, പുല്ല്, പുറത്തെ പുല്ലൊക്കെ വെട്ടി നമ്മള് സെറ്റാക്കി. വേണ്ട, അത് മതി. ധാരാളം. ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാൻ മറന്നുപോയി. വെരി ഹാപ്പി. കുഞ്ഞുണിയൊക്കെ അവിടെ നിന്ന് TV കാണുന്നത്. അപ്പം നിർവ്വാണ കഴിക്കുകയാണ് ഗൈസ്. അടിപൊളി, നല്ല രസമുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ്. അടിപൊളി, നല്ല രസമുണ്ട്. അടിപൊളി, ഒരു രക്ഷയില്ല. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. അറിയാം, എന്നാലും ഞങ്ങൾ ട്രൈ ചെയ്ത് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതൊന്ന് കഴിക്കണമെന്ന്. പിന്നെ അതിന് പറ്റിയ മീൻ കിട്ടുമ്പോ വഴലുണ്ടാവില്ല. ഇതിപ്പോ എല്ലാം ഒത്തു വന്നപ്പോ ഉണ്ടാക്കി. അടിപൊളി, ഒരു രക്ഷയില്ല. അങ്ങനെ വിഭവസമൃദ്ധമായ നിർവ്വാണ കഴിച്ച് എല്ലാവരും ഹാപ്പി ആയിരിക്കുകയാണ്. നല്ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മി? കഴിച്ചിട്ടില്ല, ആദ്യമേ കഴിച്ചത്. അതിന്റെ ടേസ്റ്റ് അങ്ങനെയാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ നമ്മള് കഴിച്ചത് നമ്മൾ ഉണ്ടാക്കിയ സാധനം വളരെ സാറ്റിസ്ഫൈങ് ആയിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷെ ഇത് പലർക്കും പല ടേസ്റ്റ്. എനിക്ക് അവിടെ കരിമീൻ, അവിടെ ചെന്ന് അവര് കരിമീൻ വെച്ചൊക്കെ ഉണ്ടാക്കും ചിലര്. എനിക്കൊന്ന് കരിമീൻ വെച്ചാൽ ഉണ്ടാക്കുന്നതെന്ന്. പക്ഷെ ഉണ്ടാക്കാം. പക്ഷെ കരിമീൻ നമുക്ക് അതിന്റെ ടേസ്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും പിടിക്കണമെന്നില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലര് പറയുന്നത് സുഖമില്ല, കൊള്ളത്തില്ലെന്നൊക്കെ. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അടിപൊളിയാ. ആ റെസിപ്പി ഫോളോ ചെയ്തുണ്ടാക്കിയാണ്. അടിപൊളി. പാവം കുഞ്ഞുമണി അപ്പോഴത്തേനും ഉറങ്ങിപ്പോയി. കുഞ്ഞുമണിക്ക് നിർവ്വാണ കിട്ടിയില്ല. എന്തായാലും മറ്റൊരു വ്ളോഗുമായിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്. കൈപ്പറ്റ ശുങ്കു താനോടുണ്ട്, നമ്മുടെ ശുങ്കു.